ഹദീസ് പണ്ഡിതന്മാർക്കിടയിലെ മുസ്ലിങ്ങളുടെ ഇമാമ് എന്ന് അഹ്മദ് ബിൻ ഹംബലി ഇമാമ് വിശേഷിപ്പിച്ചത് ഈ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അതായത് ഹംബലി ഇമാമ് പറയാണ്, എൻ്റെ ഇമാമ് അത് സുഫിയാൻ സൗരിയാണ് എന്ന്. ഞാനിന്ന് പറയാൻ പോകുന്നത് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച സുഫിയാൻ സൗരി എന്ന മഹാപ്രതിഭയെക്കുറിച്ചാണ്. നമുക്ക് കുറേ പേർക്ക് ഒരു പക്ഷേ അധികം അറിയാത്ത ഒരു പേരായിരിക്കും സുഫിയാൻ സൗരി. ഇന്ന് സുന്നി മുസ്ലിങ്ങൾക്കറിയാവുന്നത് 4 മദ്ഹബി പണ്ഡിതന്മാരെ മാത്രമാണ്: ഹനഫി, മാലിക്കി, ഷാഫിഹി, ഹംബലി. പക്ഷേ ആദ്യകാലത്ത് ഇതല്ലാതെ ഒരുപാട് മദ്ഹബുകൾ വേറെയും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഇന്ന് നമുക്കതൊന്നും ലഭ്യമല്ല. അത്തരത്തിൽ പ്രസിദ്ധമായിട്ടുള്ള നമ്മൾ അറിയേണ്ട ഒരു മദ്ഹബാണ് സൗരി മദ്ഹബ്. ഇമാം ഔസായി 5-ാമത്തെ ഇമാമാണെന്നാണ് പറയാം. അതായത് ഈ ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി കഴിഞ്ഞാൽ 5-ാമത്തെ ഇമാമായിട്ട് ഔസായി ഇമാമിനെ പറയാറുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്ന് അംർ അൽ ഔസായി, ലബ്നാനിയാണ്, അവിടെ തന്നെയാണ് ഖബറും ഉള്ളത്. ഇമാം ഔസായി പറഞ്ഞു, മുസ്ലിം സമുദായത്തെ നയിക്കാൻ വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കാൻ എന്നോട് പറയപ്പെട്ടാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന പേര് അത് സുഫിയാൻ സൗരിയുടേതായിരിക്കും എന്ന് പറഞ്ഞു. മുസ്ലിം സമുദായത്തെ നയിക്കാൻ വേണ്ടി ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്നോട് പറയപ്പെട്ടാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി അത് സുഫിയാൻ സൗരി ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ ഒരു കനം, ഒരു വലുപ്പം അറിയണമെന്നുണ്ടെങ്കിൽ ഇമാം ഔസായി ആരാണെന്ന് അറിയണം. 5-ാമത്തെ ഇമാമാണെന്നാണ് പറയാം. ചില പിൽക്കാല പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സുഫിയാൻ സൗരി അറിവിൻ്റെ കാര്യത്തിൽ മാലിക് ഇമാമിനേക്കാളും മുൻപന്തിയിലാണ് എന്നാണ്, ഉന്നതിയിലാണ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സുഫിയാൻ ഇബ്ന് സഈദ് ഇബ്ന് മസ്റൂഖ് സൗരി എന്നാണ്. ഈ ഖുറസാനിലുള്ള ബനു സൗർ എന്ന് പറയുന്ന വലിയൊരു കബീലയിൽപ്പെട്ട വ്യക്തിയാണ്. അതാണ് സൗരി. കൂഫയിലാണ് ഇവരുണ്ടായിരുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 97-ലാണ്, 716 താബിയുത് താബിയനാണ്. എന്ന് വെച്ചാൽ ഹനഫി, മാലിക്കി ഇമാമുമാരുടെ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച വ്യക്തിയാണ്. കൂഫയിലായതുകൊണ്ട് തന്നെ ഹനഫി ഇമാമുമായിട്ട് കണ്ടിരിക്കാനുള്ള സാധ്യതയും പറയപ്പെടുന്നുണ്ട്. ഇമാം ദഹബി സുഫിയാൻ സൗരിയെക്കുറിച്ച് പറയുന്നത്, ഹുവ ഷെയ്ഖുൽ ഇസ്ലാം, ഇമാം അൽ ഹുഫാൽ, സയ്യിദുൽ ഉലമ, അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്. ഇദ്ദേഹം ജനിക്കുന്നത് കൂഫയിലാണ്, ഉമവിയ്യക്കാരുടെ കാലത്ത്, സുലൈമാൻ ഇബ്ൻ അബ്ദുൽ മലിക്കിൻ്റെ ഭരണകാലത്ത്, ഹിജ്റ 97. സുഫിയാൻ സൗരിയുടെ പിതാവ് സഈദ് ഇബ്ൻ മസ്റൂഖ് അക്കാലത്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു പണ്ഡിതനായിരുന്നു. ഈ സുഫിയാൻ സൗരിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അത്ഭുതകരമായിട്ടുള്ള മെമ്മറി പവറായിരുന്നു, ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു. ഒരു കാര്യം, ഒരു ഹദീസ് ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ അത് പിന്നീട് ഒരിക്കലും മറക്കില്ല. അദ്ദേഹം ഈ ഹദീസ് ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ഈ എഴുതിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല, കേട്ട് മനഃപ്പാഠമാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം അത് കേട്ടാൽ അത് അദ്ദേഹത്തിന് മനഃപ്പാഠമായി എന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പോകുന്ന വഴിക്ക് വല്ല പാട്ടൊക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം തൻ്റെ ചെവി അമർത്തി അടച്ച് പിടിക്കുമായിരുന്നു എന്നാണ്. അതല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് മനഃപ്പാഠമാകുമായിരുന്നു എന്നാണ്. ഈ ഹദീസ് പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിയുന്ന ഒരു കാര്യത്തിലേക്കും സുഫിയാൻ സൗരി പോകുമായിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. അറിവിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് മൗനമാണ്, നിശബ്ദതയാണ്. 2-ാമത്തെ പടി എന്ന് പറയുന്നത് അത് മനഃപ്പാഠമാക്കലാണ്. 3-ാമത്തെ പടി അത് പ്രയോഗിക്കലാണ്, ഉപയോഗപ്പെടുത്തലാണ്. 4-ാമത്തെ പടി എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കലാണ്. ഒരിക്കൽ ഒരാൾ സുഫിയാൻ സൗരിയുടെ അടുത്ത് അറിവ് അഭ്യസിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ ആൾ വന്നപ്പോൾ ഇദ്ദേഹം ആദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാന മാർഗമുണ്ടോ, നിങ്ങൾക്ക് ജീവിതം കഴിച്ചു കൂട്ടാനുള്ള എന്തെങ്കിലും വരുമാന മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം 5-8 മണിക്കൂർ ഈ അറിവ് സമ്പാദിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഇരുന്നാൽ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാന മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അതില്ലെങ്കിൽ അതിനുള്ള വഴി ആദ്യം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ മടക്കി അയക്കുമായിരുന്നു എന്നാണ്. കാരണം വരുമാനമില്ലാത്ത ആലിമീങ്ങളെ ഭരണാധികാരികൾ ടവല് പോലെ ഉപയോഗപ്പെടുത്തും എന്നാണ്, ഹാങ്കർചീഫ് പോലെ, ടിഷ്യൂ പോലെ ഉപയോഗിച്ചെറിയും എന്നാണ്. സുഫിയാൻ സൗരി സ്വയം ഒരു കച്ചവടക്കാരൻ ആയിരുന്നു. ഒരിക്കൽ ഒരു ആൾ ചോദിച്ചു, ഒരാളുടെ കയ്യിൽ അത്യാവശ്യത്തിലേറെ പണമുണ്ട്,
അയാൾക്കൊരു സാഹിദായിട്ട് ജീവിതം നയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കഴിയും. കാരണം അവന് നൽകപ്പെട്ടാൽ അവൻ നന്ദിയുള്ളവനായിരിക്കും, അവന് നിഷേധിക്കപ്പെട്ടാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യും. ഒരവസരത്തിൽ സുഫിയാൻ സൗരിയോട് ഒരു ഖുർആൻ്റെ ഒരു ആയത്തിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അള്ളാഹു സദാ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. അള്ളാഹു സദാ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ എവിടെ പോയാലും അള്ളാഹുവിൻ്റെ അറിവ് നിൻ്റെ കൂടെയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ആരെങ്കിലും എനിക്കൊരിത്തിരി വെള്ളം എടുത്ത് തന്നാൽ പോലും ആ വെള്ളം എടുത്ത് തന്നതിന് ആ കടം ഞാൻ ഇനി എങ്ങനെ വീട്ടും എന്ന് ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം ദീർഘമായി ചിന്തിച്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരൻ ആയിരുന്നു എന്നാണ്. അതായത് ചില സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരേ ഇരിപ്പങ്ങനെ ഇരിക്കുകയും കൂടെയുള്ള ആളുകൾ രാത്രി ഉറങ്ങി പുലർച്ചെ എഴുന്നേൽക്കുന്ന സമയത്തും ഇദ്ദേഹം അതേ ഇരിപ്പ് ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ദീർഘമായി ചിന്തിച്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നർത്ഥം. ഇദ്ദേഹം ഒരിക്കൽ ഇമാം ഔസായുമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവരുടെ ഈ കൂടിക്കാഴ്ചയിലുടനീളം ഇവർ രണ്ടുപേരും തല താഴ്ത്തി പിടിച്ചിട്ട്, അതായത് പരസ്പരമുള്ള ബഹുമാനത്തിൻ്റെ പേരിൽ രണ്ടുപേരും തല താഴ്ത്തി പിടിച്ചിട്ടാണ് സംവദിച്ചിരുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ദീർഘമായിട്ട് സുജൂദ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ആഡംബരങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ദീർഘമായി നമസ്കരിക്കുകയും നമസ്കാരത്തിൽ കണ്ണീരൊഴുക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഒരിക്കലും ഒരു പണ്ഡിതൻ സുഫിയാൻ സൗരിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ കാബാലയത്തിൻ്റെ അടുത്ത് വെച്ച് സുഫിയാൻ സൗരിയെ കണ്ടുമുട്ടി. സുഫിയാൻ ആ സമയത്ത് സുജൂദിലായിരുന്നു. ഞാൻ തവാഫ് ചെയ്യുകയായിരുന്നു. ഞാൻ 49 തവാഫ് പൂർത്തിയാക്കി. അപ്പോഴും സുഫിയാൻ സുജൂദിൽ തന്നെ ആയിരുന്നു. ഈ സുഫിയാൻ സൗരിയെ പ്രസിദ്ധമാക്കുന്നത് അദ്ദേഹം ഈ ഖലീഫമാരുടെ കണ്ണിൽപ്പെടാതെ മുങ്ങി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഉമവിയാക്കാരുടെ ഭരണം കഴിഞ്ഞ് അബ്ബാസിയക്കാരുടെ കാലഘട്ടമായപ്പോഴും ഇത് അങ്ങനെ തന്നെയായിരുന്നു. ഇദ്ദേഹം ഈ ഖലീഫമാരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു നടന്നതിൻ്റെ ഒരു കാരണം, ഇവർ ഇദ്ദേഹത്തെ പിടിച്ച് അവിടുത്തെ ഖാളിയാക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ്. അവരുടെ ഭരണത്തിലെ സുപ്രീം ജഡ്ജാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ്, ഖാദിയൽ ഖുദാത്ത്. പക്ഷെ അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു. ഈ അബൂ ജാഫർ മൻസൂർ, അബ്ബാസിയക്കാരുടെ രണ്ടാമത്തെ ഖലീഫ, പല ആവർത്തി ഇദ്ദേഹത്തെ ഖാദിയായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അതിനുശേഷം മൂന്നാമത്തെ ഖലീഫ അൽ മഹദി, ഇദ്ദേഹം വിളിച്ച് ഒരിക്കൽ ഖലീഫ തൻ്റെ മോതിരം ഊരിയിട്ട് സുഫിയാൻ്റെ നേർക്ക് ഇട്ടുകൊടുത്തു. പറഞ്ഞു, നീ ഞങ്ങളുടെ ഖാദിയാവണം, ഞങ്ങളുടെ ജഡ്ജാകണം, ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും രീതിയിലുള്ള ഒരു ഭരണം നീ നടത്തണം എന്ന് പറഞ്ഞു. സുഫിയാൻ പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. ഖലീഫ പറഞ്ഞു, പറ, എന്താണ് എന്ന് ചോദിച്ചു. സുഫിയാൻ പറഞ്ഞു, ഇനി ഒരിക്കലും എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തരുത്. മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്വമേധയാ ഇങ്ങോട്ട് വന്നുകൊള്ളാം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് തിരിഞ്ഞ് നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. ആളുകൾ ചോദിച്ചു, നിന്നോട് ഖലീഫ പറഞ്ഞത് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭരണം നടത്താനല്ലേ, വേറെ തെറ്റൊന്നും ചെയ്യാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് നീ അത് സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചു. സുഫിയാൻ പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയാൽ അവരുടെ തെറ്റിൻ്റെ മേൽ എനിക്ക് കണ്ണടക്കേണ്ടി വരും എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സുഫിയാൻ സൗരി ജീവിതകാലം മുഴുവൻ ഭരണാധികാരികളുടെ കണ്ണ് വെട്ടിച്ച് ഒളിവിലായിരുന്നു. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഓരോ ഭരണാധികാരികളും ഇദ്ദേഹത്തെ ജോലിക്കായിട്ട് പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം പക്ഷേ അവർക്ക് മുഖം കൊടുക്കാതെ ഒളിച്ചു നടന്നു. അബ്ബാസിയ ഭരണാധികാരികൾ വലിയ പ്രൗഢഗംഭീരമായ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷെ അതൊക്കെ അദ്ദേഹം നിരസിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഭരണരീതികളെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അബ്ബാസിയക്കാരുടെ കാലത്ത് സുഫിയാൻ സൗരിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടെത്തിക്കാൻ ഖലീഫ ഉത്തരവിട്ടു. അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് 10,000 ദിനാർ ഇനാമും പ്രഖ്യാപിച്ചു. അങ്ങനെ സുഫിയാൻ സൗരി പിന്നീട് കൂഫ വിട്ട് ബസ്രയിലേക്ക് പോകുകയാണ്. ഈ ബസ്രയിലുള്ള സമയത്ത് അദ്ദേഹം ഒരു തോട്ടത്തിൽ, ഒരു ഈന്തപ്പന തോട്ടത്തിൽ കുറച്ചു കാലം ജോലി എടുക്കുന്നുണ്ട്, അവിടുത്തെ കാവൽക്കാരനായിട്ട്. ഈ ഈന്തപ്പന തോട്ടത്തിൽ അങ്ങനെ 1-2 മാസം കഴിഞ്ഞു. ഈ ഏറ്റവും നല്ല ഈത്തപ്പഴത്തിന് പേര് കേട്ട സ്ഥലമാണ് ബസ്ര. ഒരിക്കൽ അദ്ദേഹം തോട്ടത്തിലുള്ള സമയത്ത് 2 വഴിയാത്രക്കാർ അതുവഴി വന്നു. ഈ വഴിയാത്രക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോട്ടത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അനുവദിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവർക്ക് തോട്ടത്തിൽ കയറിയിട്ട് ആവശ്യാനുസരണം എന്തു വേണമെങ്കിലും കഴിക്കാം,
ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, അത് ശേഖരിച്ച് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ ഈ യാത്രക്കാർ വന്നപ്പോൾ അവരെ ഈ തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴം കഴിക്കാൻ സുഫിയാൻ സൗരി അനുവദിച്ചു. 2 പേരായിരുന്നു. ഇവരങ്ങനെ ആവശ്യത്തിനുള്ള പഴങ്ങളൊക്കെ കഴിച്ചു. ഇവർ തിരിച്ചു വന്നിട്ട് സുഫിയാനിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങൾ എവിടുത്തുകാരനാണ് എന്ന് ചോദിച്ചു. സുഫിയാൻ സൗരി പറഞ്ഞു, ഞാൻ കൂഫക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, ഈ കൂഫയിലെ ഈത്തപ്പഴമാണോ അതോ ബസ്രയിലെ ഈത്തപ്പഴമാണോ ഏറ്റവും മികച്ചത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. കൂഫയിലെ ഈത്തപ്പഴമാണോ അതോ ബസ്രയിലെ ഈത്തപ്പഴമാണോ മികച്ചത്, നല്ലത്, എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. സുഫിയാൻ സൗരി പറഞ്ഞു, വല്ലാഹി കൂഫയിലെ ഈത്തപ്പഴം ഏറ്റവും നല്ല ഈത്തപ്പഴമാണ്, ഏറ്റവും മികച്ച ഈത്തപ്പഴമാണ് കൂഫയിലെ ഈത്തപ്പഴം. പക്ഷേ ബസ്രയിലെ ഈത്തപ്പഴം അത് ഇതുവരെ ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ല, ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അവർ സുഫിയാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ചോദിക്കുന്നത് നിൻ്റെ ഈ തോട്ടത്തിലെ ഈത്തപ്പഴത്തിൻ്റെ കാര്യമാണ്. സുഫിയാൻ പറഞ്ഞു, ഞാൻ ഈ തോട്ടത്തിലെ കാവൽക്കാരനാണ്. ഇവിടെ നിന്ന് ഈത്തപ്പഴം ഭക്ഷിക്കാനുള്ള അനുവാദം എനിക്കെൻ്റെ യജമാനൻ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ഇതുവരെ രുചിച്ച് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഈത്തപ്പഴങ്ങൾ മരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ താഴെ കിടക്കുന്നുണ്ടാവും, നീ ഇതുവരെ അത് കഴിച്ച് നോക്കിയിട്ടില്ലേ എന്നും പറഞ്ഞ് ഈ യാത്രക്കാർ പൊട്ടിച്ചിരിച്ചു. അക്കാലത്തൊക്കെ ഈ കൂഫയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ സുഫിയാൻ സൗരി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഖലീഫ കാളിയാക്കാൻ വേണ്ടി തെരഞ്ഞു നടക്കുന്ന മഹാപണ്ഡിതൻ, അവരുടെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന സുഫിയാൻ സൗരി. പക്ഷെ അവർക്കൊന്നും ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് പരിചയമല്ല, കേട്ടുകേൾവിയാണ്. അദ്ദേഹത്തിൻ്റെ അറിവും മതരീതികളും ലളിതമായ ജീവിതവും നേരിട്ടറിയില്ല. അവർ ഈ കാവൽക്കാരൻ പറയുന്നത് കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾ സുഫിയാൻ സൗരിയാകാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. അയാൾ ഭയഭക്തിയുള്ള ഒരാളാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അയാൾ കള്ളം പറയുകയാണ്, സുഫിയാൻ സൗരിയാവാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ വിഷയം അങ്ങനെ അവിടുത്തെ ഗവർണറുടെ ചെവിയിലെത്തുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്നൊരാളെ പരിചയപ്പെട്ടു, അയാൾ കാവൽ നിൽക്കുന്ന അയാളുടെ തോട്ടത്തിൽ നിന്ന് അയാൾ ഒരു ഈത്തപ്പഴം പോലും ഇതുവരെ രുചിച്ച് നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ആ ഗവർണർ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് സുഫിയാൻ സൗരി തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അയാൾ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ സുഫിയാൻ സൗരി അവിടെ നിന്നും ഓടിപ്പോയി. പിന്നീട് യമനിലേക്കാണ് പോകുന്നത്. യമനിലേക്ക് പോയി. ഈ യമനിൽ വെച്ചിട്ട് ഇതുപോലെ എന്തോ സംഭവിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒളിയും മറയൊക്കെ കണ്ടിട്ട് ആളുകൾ ഇദ്ദേഹം കള്ളനാണ്, മോഷ്ടാവാണ് എന്ന് വിചാരിച്ചിട്ട് ഇയാളെയും പിടിച്ചുകൊണ്ട് അവിടുത്തെ ഗവർണറുടെ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കുന്നുണ്ട്. അങ്ങനെ യമനിലെ ഗവർണർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നീ മോഷ്ടിച്ചോ, നീ കളവ് ചെയ്തോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഗവർണർ പല ആവർത്തി തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, നീ മോഷ്ടിച്ചോ. ഗവർണർക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നി. നീ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഗവർണർ അവിടെ കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളോടൊക്കെ മാറിപ്പോവാൻ പറയുകയും ഇദ്ദേഹത്തോട് തനിച്ച് സംസാരിക്കണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ഗവർണർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് അബ്ദുള്ള ഇബ്ൻ അബ്ദുറഹ്മാൻ ആണ് എന്ന് പറഞ്ഞു. ശരിക്കുള്ള പേര് പറയാതെ മാറ്റി പറയാണ്. ഈ ഗവർണർക്ക് സംശയം തീരുന്നില്ല. വീണ്ടും ചോദിച്ചു, നീ ആരാണ്, എന്താണ് നിൻ്റെ പേര് എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, എൻ്റെ പേര് സുഫിയാൻ ഇബ്ൻ അബ്ദുറഹ്മാൻ ആണ് എന്ന് പറഞ്ഞു. ഗവർണർ ചോദിച്ചു, നീ ഏത് കബീലയിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ബനു സൗർ എന്ന് പറയുന്ന കബീലയിൽ പെടുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഈ ഗവർണർ ചോദിച്ചു, നീ സുഫിയാൻ സൗരിയാണോ, ഖലീഫ അന്വേഷിച്ച് നടക്കുന്ന അറേബ്യയിലെ മുഴുവൻ ആളുകളും കാണാൻ കൊതിച്ച് നടക്കുന്ന സുഫിയാൻ സൗരിയാണോ നീ എന്ന് ചോദിച്ചു. സുഫിയാൻ സൗരി തല താഴ്ത്തി പിടിച്ചിട്ട് പറഞ്ഞു, അതെ, ഞാനാണത്, ഞാൻ സുഫിയാൻ സൗരിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഗവർണർ പറഞ്ഞു, ഈ യമൻ്റെ മണ്ണിൽ നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഒളിച്ച് താമസിക്കാം, നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നീ ഇവിടെ സുരക്ഷിതനായിരിക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ സുഫിയാൻ സൗരി ഒരുപാട് നാൾ യമനിൽ താമസിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് പോകുന്നുണ്ട്. മക്കയിൽ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണങ്ങളും ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. ഈ സുഫിയാൻ സൗരി അവസാന കാലത്ത് ഉണ്ടായിരുന്നത് ബസ്രയിലാണ്. അവിടെയും അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. ഹിജ്റ 161 ക്രിസ്തുവർഷം 778 അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും അങ്ങനെ ബസ്രയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം വഫാത്താകുകയും ചെയ്യുന്നത്. തൻ്റെ 64-ാമത്തെ വയസ്സിൽ ബസ്രയിൽ തന്നെയാണ് അദ്ദേഹത്തെ കബറടക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിവാഹം, കുട്ടികൾ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ വ്യക്തമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലി നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യവും വളരെ കുറവായിരുന്നു. ഒരേ ഓട്ടമായിരുന്നു ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്.
പ്രധാനപ്പെട്ട എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും. ബുഖാരിയിലും മുസ്ലിമിലും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെയും നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഗ്രന്ഥങ്ങളൊന്നും വലുതായിട്ട് ഇല്ല. അതിന് കാരണം ഈ 8-ാം നൂറ്റാണ്ടിലൊന്നും ഇത്തരത്തിലുള്ള അറിവുകൾ എഴുതി കൊടുത്ത് പകർന്നു കൊടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നില്ല. വാമൊഴിയായി പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എഴുതപ്പെട്ട ഒരു വലിയ വിജ്ഞാന ശേഖരം ഒരു സമയത്ത് കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് അദ്ദേഹം സ്വയം ചെയ്തിട്ടുള്ളതാണ്. ഹദീസുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ആയിരുന്നു. ഇതിന് പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ആ സമയത്ത് ഈ ഭരണാധികാരികളുടെ അടുത്ത് നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അഭയം കൊടുത്ത ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ കൂടിയ ആളുകളെ ഒക്കെ ഈ ഭരണാധികാരികൾ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിലവിലുള്ള ഭരണാധികാരികൾക്ക് രസിക്കാത്ത ചില വ്യാഖ്യാനങ്ങളും നിയമങ്ങളുമൊക്കെ തൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതുകൊണ്ട് അത് തൻ്റെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി അത് നശിപ്പിക്കപ്പെട്ടതായിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ചില അനുമാനങ്ങൾ മാത്രമാണ്. ഈ സുഫിയാന സൗരിയുടെ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരി, ഇദ്ദേഹം 3 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ വേണ്ടി ഒരിക്കൽ ഒരാൾ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അതായത് സദാ സുഫിയാന സൗരിയുടെ കൂടെ തന്നെ ഉണ്ടാകും. അദ്ദേഹം പറയുകയാണ്, സുഫിയാന സൗരി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം എടുത്തിട്ട് അതിൽ നിന്ന് എന്തോ വായിച്ചത് തിരിച്ച് തൻ്റെ പോക്കറ്റിൽ തന്നെ ഇടുമായിരുന്നു എന്നാണ്. ഇദ്ദേഹം എന്താണ് ഈ എഴുതിക്കൊണ്ട് നടക്കുന്നത് എന്നറിയാനുള്ള വല്ലാത്തൊരു ജിജ്ഞാസ, ഒരു ആഗ്രഹം ഈ ആൾക്ക് തോന്നി. കാരണം ഏതൊരു കാര്യവും ഒരൊറ്റ തവണ കേട്ടാൽ മനഃപ്പാടമാക്കുന്ന സുഫിയാന സൗരി എന്താണ് ഈ എഴുതിക്കൊണ്ട് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സമയത്ത് അബദ്ധത്തിൽ എന്താണ് ഈ എഴുതിയിട്ടുള്ളത് എന്ന് ഇദ്ദേഹം കാണുകയാണ്. അതിലെഴുതിയിട്ടുണ്ടായിരുന്നത്, സുഫിയാൻ, നീ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് നിനക്ക് ഓർമ്മ വേണം. അതൊരു സ്വയം ഓർമ്മപ്പെടുത്തലായിരുന്നു.